ഹലോ അത് ശരി, ഒരു പട്ടിയുടെ വില പോലും തരണ്ട് കേറി ഇങ്ങോട്ട് പോവേ. ഹലോ, ഞാനിവിടുത്തെ കെയർ ടേക്കറാണ്. ഒരു സോവാട്ടും ഇല്ല. ഞെക്കരുത്, ലിഫ്റ്റ് വരുവേ. കണ്ടാ ദേ 3-4 കവറും പിടിച്ചോണ്ട് ഇതിനകത്ത് ഇടിച്ചേറാനൊക്കത്തില്ല. പിന്നെ താൻ തന്റെ പേരും അഡ്രസ്സൊക്കെ അവിടെ രജിസ്റ്ററിൽ എഴുതിയ. അത് ശരി. ആ ഗേറ്റിനടുത്ത് ഒരുത്തൻ തൊപ്പിയും വെച്ച് സെക്യൂരിറ്റി യൂണിഫോം ഇട്ടിരിക്കുന്നതേ അവിടെ കാക്കി ഓടിക്കാനും മാമുണ്ണാത്ത പിള്ളേരെ പഠിപ്പിക്കാനൊന്നുമല്ല. എവിടെ? ഞാൻ കണ്ടില്ല. താൻ ഒന്ന് മാറിക്കേ. അത് ശരി, താൻ കണ്ടില്ലേ? ഇന്ന് തന്നെ കാണിച്ചിട്ടുള്ളൂ. താൻ ഇങ്ങോട്ട് വന്നേ. ആഹാ, പറ്റി. കണ്ടോ അയാൾക്ക് ഇവിടെ എന്റെ കൂടെ പോകുന്നില്ലേ? ഇത്ര ചങ്കൂറ്റോ. ഇങ്ങോട്ട് ഇറങ്ങാൻ കളിക്കരുത്, മേലേക്ക് പോലെ. ഇവള് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണല്ലോ. അവിടെ എനിക്ക് ഇവിടെ ഇറങ്ങണ്ടേ? അങ്ങനെ ഇപ്പൊ ഇവിടെ ഇറങ്ങണ്ട. പുറത്തുനിന്നുള്ള ഡോർ ടു ഡോർ പോലുള്ള ഒരു പരിപാടി ഞാൻ ഇവിടെ അനുവദിക്കുന്നതല്ല. ഇതൊക്കെ പെറുക്കി എടുത്ത് 4Cയിൽ കൊണ്ടുവന്ന് തരണം. യു ഗോട്ട് ഇറ്റ്? അതർവൈസ് ഐ വിൽ ഷോ യു ഹു ഐ ആം. അതെ, ഒരുപാട് കീഴ് ജീവനക്കാരനുള്ള ഒരു മേലുദ്യോഗസ്ഥനാണ് ഞാൻ. ഓക്കെ, ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ മേലും കീഴും ഞാൻ നോക്കത്തില്ല, പറഞ്ഞേക്കാം. അതെ, നടു കുഴപ്പമുള്ളവരാ. 4Cയിലെ ഉഷ മാഡത്തിന്റെ അനിയത്തിയാ ജാനകി. ഇന്നലെ വന്നതാ. അതിന് ഞാൻ എന്ത് വേണം? ഇതൊക്കെ കെട്ടിപ്പറക്കി ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കണോ? ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. പറ്റിയ പണിയാ, നിർത്തണ്ട. നിന്റെ ഈ ഡ്യൂട്ടിക്കിടയിലുള്ള എക്സ്ട്രാ ഡ്യൂട്ടി നിർത്തി തരാട്ടാ. പരാതി കൊടുക്കാൻ പോവാ. പരാതി. എന്തിന്? ലിഫ്റ്റിൽ വെച്ച് കയറി പിടിക്കാൻ ചെന്നേന്. ആര്? ഞാനോ? പിന്നെ ഞാനോ? വലിയ പ്രശ്നമായി. കെയർ ടേക്കറാണ് പവി. കെയർ ടേക്കർ ഇതിലിട. എനിക്ക് ഇഷ്ടമുള്ളടത്ത്. അത്രേ ഉള്ളൂ. സോറി മാഡം, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം, അല്ലാതെ ഇമോഷണൽ ആയിട്ട് എടുത്ത് പരാതി ഒന്നും കൊടുക്കരുത്. പരാതിയോ? ആർക്ക്? എന്തിന്? താഴേക്ക് വാട്ടാ, നനയ്ക്കാൻ വച്ചിട്ടുണ്ട്. ബൈ. സോറി, വിരലെടുക്കാൻ മറന്നു. കംപ്ലീറ്റ് മാനം പോയി. നാരായണ കാണിയേണ്ടത്. സന്ധ്യ എല്ലാം കെട്ടിപ്പൂട്ടി അങ്ങ് കിടന്നോ? എന്തോ ചുമ്മാ കിടന്ന് ബഹളമൊക്കെയല്ലടാ. തുറക്കാൻ പറ്റും. എന്റെ പെൻഷൻ കൊണ്ടിരുന്നേ അങ്ങോട്ട് മാറ്റി. എന്റെ കെട്ടികളെ അമ്മേ എത്തി. ആ പാട്ട് നിർത്തലടാ, കേക്കട്ടെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. കൊച്ചടാ, നമുക്ക് 4 ചോടം വെച്ചാലോ? ഈ ഫ്ലാറ്റിലെവിടെ നമ്മറുതാ? വെള്ളമടിച്ചൊരു വക്കീല് പോയി ലിഫ്റ്റ് കിട്ടണ്ടോ? കൊച്ചേട്ടനെ അറിയുമേ പോട്ടോക്കെ? ഞാൻ ചന്ദ്രൻ നോക്കിയത്. ഇവിടെ ചന്ദ്രനൊക്കെ ഇപ്പൊ ചുരിദാറിട്ട് തുടങ്ങി. ഇപ്രാവശ്യത്തെ കുമ്പരിക്കെങ്കിലും നാട്ടിലേക്ക് വരുമോ? ഓ, എനിക്കൊന്നും വരാൻ പറ്റത്തില്ല. മുത്തിന് കല്യാണം എനിക്കായി. ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. ആ, ചേച്ചി നിങ്ങളെ കാശിന് വേണ്ടി മാത്രമല്ലേ വിളിക്കുള്ളൂ. അതായത് പോടാ. 10-15 വർഷം ഗൾഫിൽ കിടന്ന് മടച്ചല്ലോ. എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട. വേണം. എന്നിട്ട് കൊച്ചേട്ടൻ മാത്രം ഇങ്ങനെ നിത്യ ബ്രഹ്മശ്രീ ആയിട്ട് ദാമ്പത്യ സുഖം അറിയാതെ പാഴായിപ്പോട്ടെ. എന്തൊരു പ്രാക്കാടത്. പ്രാക്കല്ല, ദണ്ണുകൊണ്ട് വെച്ചിട്ടാ, അതുകൊണ്ട് പറഞ്ഞതാ.
അപ്പച്ചി ചിറ്റപ്പനും ജീവിച്ചിരുന്നെങ്കിൽ ഈ നിപ്പ് നിൽക്കോ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ കിട്ടുന്ന സൈക്കിള് ഷഷ്ടി പൂർത്തി കിട്ടിയിരുന്നിനാ തള്ളിക്കൊണ്ട് നടക്കാനോ? അല്ല പിന്നെ കോപ്പിലടപാട്. ഇതൊരു കാച്ചിലും വെട്ടിയുമ്പോ കാന്താരിയും കുട്ടി അങ്ങ് അടിച്ചു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയേക്കുവാ. ഇപ്പൊ വിട്ട നൂത്തങ്ങ് പോവാം. സൂക്ഷിച്ചൊക്കെ പോടാ. ഓ എന്റെ ജാനകി, ഇന്നലെ തുടങ്ങിയതല്ലേ, വൈകിട്ട് ഗസ്റ്റുകൾ വരുമ്പോഴെങ്കിലും തീരുമോ നിന്റെ ഈ ഡെക്കറേഷൻ? ഇതേ ഞാൻ ഏറ്റെടുത്ത പണിയാ. അത് നല്ല ഭംഗിയായിട്ട് ഞാൻ തീർത്തിരിക്കും. നോ നോ നോ, ഇപ്പോഴല്ല, വൈകിട്ട് എല്ലാരും വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു എന്താ കാര്യം പറ. ഒരു കെയർ ടേക്കർ നിലയിൽ എനിക്ക് എല്ലാ കാര്യം നിന്നോട് പോയി എനിക്കറിയാം എന്താ ചുമ്മാ ചെയ്യുന്നത്. എല്ലാത്തിനകത്ത് കയറി തലയിടും, അതുകൊണ്ട് ചോദിച്ചാ. ചുമ്മാ ഇരിക്കും. ഇവിടെ ഒരു ഫാമിലി ഉള്ളതാണ്. എവിടെയാണ്? അവിടെ മേലെ. ആരാണ് പോയിട്ടാ? എന്താണ് മേളിന്ന് ശബ്ദമെങ്കിൽ മരപ്പെട്ടിയായിരിക്കും. മരപ്പെട്ടിയോ? ഈ മരപ്പെട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മരപ്പെട്ടി എങ്ങനെ ഇരിക്കണമെന്നറിയാവോ? അതിന് ഇഷ്ടമുള്ള പോലെ ഇരിക്കും. നീ ഒന്നും ഉണ്ടായിരുന്നേ. ഏത് പൊസിഷനിലാന്ന് എങ്ങനെ പറയാ? ഞാൻ ഫോൺ തന്നേ. എന്റെ ഫോണിന് വലിയ ഉന്നമില്ല ഏട്ടാ. എറിയാനല്ല. അല്ലേ? കിട്ടിയോ? ആരും പേടിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികള്. അമ്മ മരപ്പെട്ടിയാ ഡെക്റ്റ് വഴി കയറിയതായിരിക്കും. അത് ആ വഴി തന്നെ പൊക്കോളും പവി. പോവേ അവിടെ ഇരുന്ന് പെറ്റ് പെരുക്കും. ഒറ്റയ്ക്കോ? ഇപ്പൊ ഒറ്റയ്ക്ക്. പിന്നെ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെറ്റ് പെരുക്കുക. പിന്നെ എന്നെ കുറ്റം പറയാം. മരപ്പെട്ടി പെറ്റ് വരുന്ന ഇപ്പൊ ചേട്ടനെ ഇപ്പൊ ആർക്കും. നീ പോയിട്ട് ലാട്ടർ എടുത്തിട്ടൊന്ന്. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാൽക്കണിയിലുണ്ട്. ശരി. പവി, വൈകിട്ട് കുറെ ഗസ്റ്റ് വരുന്നതാ. ഗസ്റ്റ് ഒക്കെ വരാനുണ്ടായിട്ടാണോ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത്? പാർട്ടിയുടെ ഇടയ്ക്ക് അതങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന പാർട്ടി കൊളായില്ലേ? വെറുതെ റിസ്ക് എടുക്കണോ? റിസ്ക് എടുത്താലല്ലേ ലൈഫിൽ സക്സസ് ഉള്ളൂ. പവിട്ടാ ആർഡർ വന്നു. അവി ബി കെയർഫുൾ. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ടേ വരും. ഇനി അവിടെ ചെന്ന് അതിനെ ഉപദേശിച്ച് അത് നാണം കെട്ട് താനെ അവിടെ ഇറങ്ങി പോകും. അത് ശരിയാ, അത് ശരിയാ. അത് തന്നെയാണല്ലോ എല്ലായിടത്തും. കിളിച്ചോണ്ട് കണ്ട് ഇവിടെ ശ്രദ്ധിക്കണം. വടിങ്ങന്നെ നീ വേറെ വടിയെടുത്തേ. താഴെ വീണ അപ്പ അടിച്ചോളണം. ഞാനോ? ലൈഫ് വെച്ചിട്ടുള്ള കളിയാ. കിളിച്ചോണ്ടിരിക്കുക. നിങ്ങൾ പുറത്തുനിന്നു പുറത്തുനിന്നു. ഈ പൊസിഷനിലായിരുന്നല്ലോ കണ്ടത്. എന്നാലും ഇതവിടെ പോയി. ഇത് ഞാനാണോ? അടിക്കാനുള്ള ടെൻഷന്റെ പുറത്ത് താഴേക്ക് വന്ന് ആരാന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഒന്നോട്ടാ നീ മൈപ്പിയിൽ കൊണ്ടല്ലടാ തലോടി. അടച്ചു. അത് ശരി, നീ വയലർച്ച അവിടെ വിടാനില്ല. അയ്യോ, എന്റെ ഫ്രൂട്ട് സാലഡ്. എന്റെ പാത്രങ്ങൾ. അരുത്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നെ നശിപ്പിക്കരുത്. വീട്ടില്ലടാ നിന്നെ ഞാൻ. ഇതെന്താണ്?
ഇറങ്ങി വേണം മരപ്പട്ടി കൊണ്ടോട് ഞാൻ വേണ്ട കളിക്കരുത് ഞാൻ ആദ്യമായിട്ടോ ഈ കുണ്ടിങ്ങിണ്ട് കേക്ക് മുറിക്കണ കാണുന്നേ. ഹാപ്പി ബർത്ത്ഡേ. എന്നോടാ കളി. നീ തീർന്നടാ, തീർന്ന്. ആ. ശ്ശോ, നശിപ്പിച്ചല്ല. ശ്ശേ, എത്ര കഷ്ടപ്പെട്ട് കൈ കിട്ടിയതാ. ഹൂ, ഇനി എങ്ങനെയാണ്? പാവിയേട്ടാ, നിങ്ങൾ പൊളിച്ച്. ഇതൊക്കെ എത്ര അയ്യോ നമ്മുടെ കിച്ചൺ മൊത്തം കളർഫുൾ ആക്കിയിട്ടാ. സി റിസ്ക് എടുത്തതിന്റെ സക്സസ് കണ്ടില്ലേ? ഇനി ഗസ്റ്റുകൾ വന്നോട്ടെ. പിന്നെ എന്റെ 3 മാസത്തെ ശമ്പളം ഞാൻ ഇവിടെ തരും. അതും ഗഡുക്കളായി 5 8 10 തവണയ്ക്കായിട്ട്. ബട്ട് അസോസിയേഷനെ കംപ്ലൈന്റ് ചെയ്യരുത്. ഓക്കെ? എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മരപ്പെട്ടി പോയി മക്കളെ. Come on, let's celebrate the success. പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് സമ്മതിച്ചു. ജാനകല്ലേ ഇത്? ഇവനേതാണ് ഇവൻ? അടുത്ത വെൻസ്ഡേ പാർട്ടിക്ക് നീ ഉണ്ടോ? കഴിഞ്ഞ തവണ തന്നെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഓവറായിരുന്നു. അടിച്ചോറാക്കിയ നീ മൊത്തത്തിൽ കുഴപ്പിച്ചു. എന്തായിരുന്നു കുഴപ്പിച്ചത് നീ എന്റെ തന്നെയാ, ഭാഗത്തൊരു ഒന്നും കുഴപ്പം. പറയണ്ട. എന്നാ ഇപ്പൊ തുടങ്ങിയാലോ? സുഖമായിരിക്കുന്നുണ്ട്. ആ 4Cയിൽ ജാനകി അന്വേഷിക്കണ്ടായിരുന്നു. അങ്ങോട്ട് വേഞ്ചല്ലേ? എന്തിനാ? അവിടെ ഫുഡ് എന്തോ ഉണ്ടാക്കാനാന്ന് തോന്നുന്നു. അതിന് സമയമായില്ലല്ലോ. അവർക്ക് വിശക്കുണ്ടാവുന്നേ വേഗം ചെന്ന് ചെയ്ത് കൊടുക്ക്. വേഗം ചെല്ലു 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 ചെല്ലേ. കുഴപ്പമില്ല. ശരി. അയ്യോ ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെക്കണ്ടേ? അത് ഈ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമല്ലേ? ആരെങ്കിലും വീണ? പക്ഷെ ഇപ്പൊ ഇവിടെ ആരും വീണിട്ടില്ല കേട്ടോ. ഇതെന്താ ചാടുമ്പോ മണി ശബ്ദം? ഓ ഇതാണോ? ഞാൻ വിചാരിച്ച് വീണിപ്പെല്ലാം തകർന്നു. ഈ ശബ്ദം എനിക്ക് ഇഷ്ടല്ല. ആ കെട്ടിയിരുന്നു. ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഞാൻ പ്രത്യേകം പറയണോ? എന്തായി? അവരുണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. എന്ത് ഫുഡ്? അല്ല, ഉഷാമയുടെ കുട്ടികളും അവരെത്തിയിട്ടില്ലല്ലോ. അവര് സിനിമയ്ക്ക് പോയതാ, ലേറ്റ് ആവും. പേടിക്കണ്ട, ആ കുട്ടി ഒറ്റയ്ക്കല്ല കേട്ടോ. അതെ, ജോലിക്കാർ ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെന്താ? കെയർ ടേക്കർ ഇവിടുത്തെ ജോലിക്കാരനാ, ഓണറല്ല.
കറക്റ്റായിട്ടത് പറയാൻ പറ്റില്ല. എന്റെ അധികാര പരിധിയിൽ അനാശാസ്യം ഞാൻ അനുവദിക്കില്ല. എന്താണ് തുറക്കാനത്തെ താമസം? വൃത്തിയാട്ടവനെ. Yes! No! You scoundrel! This is not the place. നിന്റെ കളിക്ക് പറ്റിയ സ്ഥലമല്ല. പട്ടി! അബേ! ഡോർ തുറന്നു. നീ തീർന്നടാ, തീർന്നു. ഇനി ഞാൻ ലിഫ്റ്റ് ഉപയോഗിക്കില്ല. താൻ ഉപയോഗിക്കരുത്. ആകാശവാണി കൊച്ചി നിലയം. ഉഷ മാഡം, കണ്ടതും കേട്ടതും. ഒരു മിനിറ്റ്. അന്യന്റെ സ്വകാര്യതയിലേക്കുള്ള മലയാളിയുടെ ഒളിഞ്ഞു നോട്ടം. ചർച്ച നയിക്കുന്നത് GT നന്ദകുമാർ. സത്യത്തിൽ ഇതിന്റെ അടിസ്ഥാനം അടിച്ചമർത്തപ്പെട്ട സഫലമാകാത്ത തീവ്രമായ ആഗ്രഹങ്ങളുടെ പുറത്തുചാടനാണ്. എന്താണ് പ്രൊഫസർ രാധാമണിക്ക് പറയാൻ? മനുഷ്യ മനസ്സിന്റെ ആകുലതകൾ പലപ്പോഴും പലതാണ്. അന്യരുടെ രഹസ്യങ്ങൾ അറിയാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശം ഒരു മനോരോഗമാണ്. ചികിത്സ വേണ്ട മനോരോഗം. ചികിത്സിക്കാൻ എനിക്ക് സൗകര്യമില്ല. പാലൊരു 20 കൂടുതൽ വെച്ചു. തൈര് വേണ്ട. ഇല്ല, മെയിൻ്റെനൻസ് ചാർജ് ആണ് 3 മാസത്തെ പെൻഡിങ് ഉള്ളത്. ഞാൻ നോക്കിയിട്ടുള്ളൂ. ശ്രുതി, ഇന്നലത്തെ റിട്ടേൺ അവിടെ ഇരിപ്പുണ്ട്, നീ എടുത്തു കൊടുക്കണേ. സാറേ, ഗുഡ് മോർണിംഗ്. സാറിന്റെ താക്കോല്. ഗുഡ് മോർണിംഗ് സർ. കളക്ടറും എത്തിയല്ലോ. കിഴക്കമ്പലത്തുള്ള മാത്തച്ചേട്ടന് കൃത്യസമയത്ത് വരാൻ പറ്റുമെങ്കിൽ ഈ തൃപ്പൂണിത്തുറയിന്ന് നിനക്കെന്താ എത്താൻ പറ്റാത്തത്? പേട്ടയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പേട്ടയും പാട്ടയും ട്രാഫിക് ഒക്കെ മുന്നിൽ കണ്ടിട്ട് നിനക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിക്കൂടെ? ഇത്ര തിരക്ക് പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് പട്ടിയാ പിടിക്കാനും കുളിപ്പിക്കാനും അല്ലേ? വെല്ല പോയാ മതി. കാലത്ത് തന്നെ തുടങ്ങിക്കോളൂ ഒരു കെയർ ടേക്കർ സാർ. ഞാഞ്ഞൂളിനും പത്തിയ. അതെ, സ്റ്റോക്ക് മുഴുവൻ ചെക്ക് ചെയ്ത് വൈകുന്നേരം ഞാൻ എത്തുമ്പോഴേക്കും എല്ലാ കണക്കും എനിക്ക് തന്നിരിക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ വളരെ കച്ചറയാണ്. ഇവിടെ ഇറക്കി വിട്ടോ? അയ്യോ, നശിപ്പിച്ചോളൂ. ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഉഷ മാഡത്തിനോട് പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം പുള്ളിക്കാരത്ത് ഊഹിച്ചതാവാം. ബാക്കി എന്ത്? എന്തൊക്കെയോ ഈ ആണും പെണ്ണും തമ്മിലെ പ്രേമം എന്നുള്ള സംഗതി മാത്രമല്ല, നല്ല ഒന്നാന്തരം ഫ്രണ്ട്ഷിപ്പും കൊണ്ടു നടക്കാൻ പറ്റും. ആണല്ലേ? പിന്നെ ഒരാൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു പെൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യാനായി പറ്റും. എന്തുകൊണ്ടെന്നറിയോ? അവിടെ ഒരു ജെൻഡർ ഈഗോ ഇല്ല. പക്ഷെ അതൊക്കെ മനസ്സിലാവണേല് ലൈഫിൽ അങ്ങനെ ഒരാൾ വേണം. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനെങ്കിലും ഒരു കൂട്ടുകാരി ഇന്നേവരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ല, കുറച്ചുകൂടി ഒന്ന് ബ്രോഡായി ചിന്തിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചെറുതായി പോകും. മോശമായിപ്പോയി. കുറച്ച് മോശമായി പോയി. മനസ്സിലായല്ലോ അല്ലേ? നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയായിട്ട സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഞാനല്ല തലയിട്ടത്, നിങ്ങളാ. ഞാൻ തലയിടും, എല്ലാത്തിലും തലയിടും. കാരണം ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. മുരിങ്ങക്കോലോട് എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താ പവിയേട്ടാ? എന്താണ് പവിയേട്ട? എന്നെ ഒറ്റ കൊടുത്ത യൂദാസേ, യൂദാസി. യെസ്, കം ഇൻ. വാതിൽ തുറന്നിട്ടിരിക്കുക. ആരെ തട്ടണത്?
വാതിലടച്ചിട്ടാരാ? ഏയ്, ആരാ പുറത്തൊന്ന് ലോക്ക് ചെയ്തേ? വാലോർക്ക്. ഹലോ, ആരാ പുറത്തൊന്ന് ലോക്ക് ചെയ്തേന്ന്? വാതിൽ തുറക്കാൻ. ബ്രോ, അയ്യോ, റിപ്പറോ, എന്നെ കൊല്ലരുത്. അത് ശരി, ആളെ കൊണ്ടൊന്നിക്കാണ് എന്നെ കൊല്ലിക്കാൻ. ബഹളം വെക്കലടാ, ഇവനെ കൊണ്ട് ആ ലോക്കൊന്ന് മാറ്റിച്ചതാ. ഇതെന്താ ലോക്കൊക്കെ മാറ്റിയത്? ആ, നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എന്തിന്? ഇന്ന് പുതിയ ആള് വരും. പുതിയ ആളാ? ആന്റണി, ആ ബാത്റൂമിന്റെ കഥ കൂടി ഒന്ന് നോക്കിയേര്. ആ പിന്നെ നീ ജോലിക്ക് പോകുമ്പോ ആ പട്ടിയെ കൂട്ടി കെട്ടിയിട്ടേക്കണം. വേറെ ആളുള്ളതാ. ദാ. അല്ല, ഉള്ളവർക്ക് മുഴുവൻ പോയി. കഴിഞ്ഞ വർഷം പറവൂരില് ഒരു വീടിന്റെ മേളിലെ പുതുതായി താമസിക്കാൻ വന്ന ഒരു യുവാവ് വീട്ടുടമസ്ഥയും ധനികയുമായ വൃദ്ധയെ കല്ലുകൊണ്ട് തലക്കിടിച്ചും തോർത്തുകൊണ്ട് കഴുത്ത് ഞെരുക്കിയും മുഖം ഭിത്തിയിലിടിച്ചും മരിച്ചു കിടക്കണ അവർക്ക് പോലും കണ്ടാ മനസ്സിലാവാത്ത വിധത്തില് വികൃതമാക്കി കൊന്നു കളഞ്ഞു. അറിഞ്ഞായിരുന്നോ? 2 മാസം മുൻപ് മൂവാറ്റുപുഴയില് 8 വർഷമായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന വാടക കൂട്ടിക്കൊടുക്കാത്ത ഒരുത്തൻ വീട്ടുടമസ്ഥയെ ഇതിലും ഭീകരമായിട്ട് കൊന്നു. വായിച്ചാർന്നോ? സഖി കെട്ടട്ടായിരിക്കും. എന്താന്ന്? ഏയ്, ഞാൻ പറയാനുള്ള പറഞ്ഞെന്നുള്ളൂ. വാർദ്ധക്യകാലേ വിപരീത ബുദ്ധി. എന്റെ മുറിയിലിരുന്ന് ജനലിലൂടെ തുപ്പരുത്. എന്റെ പാത്രങ്ങൾ തൊട്ടുപോകരുത്. പട്ടി ചന്തിക്ക് കടിക്കും. അതവന്റെ വീക്ക്നെസ് ആണ്. കടി കിട്ടിയിട്ട് പരാതിയും കൊണ്ട് എന്റെ അടുത്ത് വരരുത്. എന്റെ കട്ടിൽ ഉപയോഗിക്കരുത്. എന്റെ സോപ്പിലോ പേസ്റ്റിലോ തൊടരുത്. കുളിമുറി കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണ്. എന്റെ മുറിയിൽ പുകവലി പാടില്ല. പരമാവധി ക്ലോസറ്റിനോട് ചേർന്ന് നിന്നും മൂത്രമൊഴിക്കുക. മൂത്രമൊഴിപ്പിക്കുക, തെറിപ്പിക്കരുത്. എന്റെ മുറിയിൽ ഒരു കാരണവശാലും കീഴ്ശ്വാസം വിടരുത്. പെട്ടുമോനെ. ഇനി എന്താ ചെയ്യാ ഇതിലും വൃത്തിയേടാക്കാൻ? ഒന്ന് സഹകരിക്കടാ. ഇതുപോലെ നീ തന്നെ ചെയ്യ. നീ വരൂല ഉണ്ണാൻ നേരത്ത്. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? കംപ്ലീറ്റ് വൃത്തിയേടായി. തിന്ന ചോറിന് നന്ദി കാണിക്കാനുള്ള സമയമാണിത്. അവൻ വന്നു കഴിഞ്ഞാ ഓടിച്ചിട്ട് അവന്റെ ചന്തിക്ക് അച്ചാലും മുച്ചാലും കടിച്ചു പറിച്ചേക്കണം. കുണ്ടി മുത്തി അവൻ ഇവിടുന്ന് ഓടണം. ചിരിച്ചാൽ മാത്രം വരെ ചെയ്യണം. To find love, you have to first look for it. എന്ന് വെച്ചാൽ അതിലേതിലേക്ക് അന്വേഷിച്ച് എനിക്കൊരു പ്രണയം കിട്ടുവോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ അടുത്ത് എന്നിട്ട് കുറച്ച് പ്രണയം തരുവോ എന്ന് ചോദിക്കണമെന്നല്ല. ചിലപ്പോഴൊക്കെ എടാ, നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പഞ്ചാര വർത്താനും പാട്ടൊക്കെ നിന്റെ റൂമിൽ പോയത് കേട്ടോളന്ന്. ഒരു ഇലക്ട്രീഷ്യൻ നടക്കണു. എന്റെ പവിയേട്ടാ, നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും വയലും വീടും കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക്. എടാ, അപ്ഡേറ്റ് എത്തണ്ടി. ഒരാവശ്യത്തിന് ടെസ്റ്റർ വേണമെങ്കിൽ നീ എന്റെ മെഷീനൊന്നും തപ്പൂലോ. നീ ആദ്യം അപ്ഡേറ്റ് ചെയ്യടാ. എന്നെ പൊന്നി ചേട്ടാ, കറണ്ടുണ്ടോ നോക്കാം. എനിക്ക് ചേട്ടന്റെ ടെസ്റ്റർ ഒന്നും വേണ്ട. എന്റെ ഈ ചെറുപറല് മതി. ആരാണ് എന്റെ ഇടയില്? ഹലോ. എന്താ മുണ്ടൂര്? എത്ര കിലോ വേണം? എന്താണ്? ഇടിയും മഴയും പ്രളയവും പേമാരിയും വന്ന് ഈ ലോകം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴോ ഒരു ഫോൺ.
ഹലോ ആ ഈ മുണ്ടൂരുമേ ഇവിടെ ഇടിയും മഴയൊന്നും ഇല്ല കേട്ടോ. ഞാൻ വേറെ ആളായിട്ട് വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യത്തിൽ അറിയാണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ച് പറയാട്ടാ. ഓ മുണ്ടൂര് മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഏതലവലാതെയാണ് അവിടെ കയറി താമസിക്കുന്നത്. എന്താടാ വന്നോടാ, നിന്റെ വായിൽ ചോരയൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്റെ ബ്രഷും എന്റെ സോപ്പുമാണ്, തൊട്ടു പോകരുത്. എന്റെ കുറിപ്പിന് മറുക്കുറിപ്പോ? ആഹാ, നിന്റെ ബ്രഷ് എടുത്ത പല്ലിയേക്കും. അയ്യേ, എന്നാ ക്ലോസറ്റ് കഴിക്കാലോ, അല്ലെങ്കിൽ വേണ്ട ചെരുപ്പ് കഴിക്കാലോ. എന്റെ നിലവാരം ഇതിന് അനുവദിക്കുന്നില്ലല്ലോ. ആഹാ, നിന്റെ സോപ്പ് ഞാൻ കാണിച്ചു തരാടാ. എന്റെ ചെട്ടി മാത്രമല്ലടാ, ഈ നാട്ടുകാരുടെ മുഴുവൻ ചെട്ടി സോപ്പുണ്ട് ഞാൻ കഴിക്കും. അലക്കെ ചെട്ടിയൊക്കെ ഞാൻ വീണ്ടും അലക്കൂടാ. ജെട്ടിത്തോരണം. ഉപയോഗിക്കാത്ത കട്ടിൽ താങ്കളുടേതാണ്. അതിനടിയിലെ പൊടിയും വൃത്തിയാക്കി എടുക്കുക. എനിക്ക് ശ്വാസമുട്ടലുള്ളതാണ്. ഒന്നുമില്ലടാ ബ്രോ, ഒന്നുമില്ലതേ, ഉറക്കത്തിലൊന്ന് താഴെ വീണതാ. നീ പോകരുത്. എന്റെ ചന്തിക്കൊന്നും പറ്റിയിട്ടടാ. നീ പോട്ടാ, എന്റെ ചന്തി അടിച്ച. എനിക്ക് പൊടി അടിച്ചു വരാൻ സൗകര്യമില്ല. തുമ്മിച്ചാവടാ. ഹായ്, പുതിയ ആളാണോ? എന്റെ പേര് മോളമ്മ. എനിക്ക് വല്ല കത്തും ഉണ്ടോ? നോക്കിയിട്ട് പറയാട്ടോ. എനിക്ക് ആരാ അയക്കാനുള്ള കത്തൊക്കെ? മോളുടെ പേരെന്തുവാ? ജീന. അതെ, ഇവിടെ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. മനസ്സിലായില്ല. കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. അയ്യോ സോറി ചേട്ടാ, അത് ശരിയാവില്ല. അതെ, കേട്ടേക്കർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അതിന് എന്റെ ജോലി കെയർടേക്കർ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാനിതിവിടെ തന്ന ചേട്ടാ കൊടുക്കുന്നു. എനിക്ക് എന്താ ഉറപ്പ്? നിങ്ങളെങ്ങാനും അത് എടുത്താലോ? ഞാൻ 10-15 കൊല്ലമായിട്ട് ഇവിടെ. പിന്നെ എന്റെ ജോലി തടസ്സപ്പെടുത്തിയാ ഞാൻ പരാതി കൊടുക്കും. എന്റെ പൊന്നു കൊച്ചേ, ഞാനായിട്ട് ഒരു തടസ്സപ്പെടുത്തില്ല. കൊച്ചു കൊണ്ട് കൊടുത്തു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ ചെയ്യില്ല. പുറത്തുനിന്ന് ആലോചിച്ച് ചോദിക്കാം. ഞാൻ അവിടെ കേറിയിട്ട് വരാന്ന്. നീ എവിടെങ്കിലും പോയി കയറാ. എന്ത് പറഞ്ഞാലും ചൂടാവുന്ന ഒരു മനുഷ്യൻ. നിങ്ങളെന്താ വടി ഒഴിഞ്ഞ പോലെ? അല്ല, പോസ്റ്റ്മാൻ പെണ്ണ് അങ്ങോട്ട് കയറി പോയി. പോസ്റ്റ്മാൻ പെണ്ണോ? അങ്ങോട്ട് പോയി. അങ്ങനെ പോകാൻ പാടില്ലെന്ന് അവരോട് പറഞ്ഞില്ലേ? അയ്യോ, അവിടെ പണി തടസ്സപ്പെടുത്തിയാ പരാതി കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞോ? അത് ശരി. എന്നാ പിന്നെ അത് കണ്ടക്ടർ. അതെ, അവള് പരാതി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സാർ, എന്താണ് സാർ? താനാണോ പവിത്രൻ? പവിത്രൻ ഞാനാണ് സാർ. ഒന്ന് സ്റ്റേഷൻ വരെ പറഞ്ഞാലോ? ഇപ്പോഴോ? ഞാനിവിടെ ഡ്യൂട്ടിയിലാണ് സാർ. ഞങ്ങളും ഡ്യൂട്ടിയില്ല. താൻ കയറ്. അല്ല, ഇവൻ ഇത് എന്ത് ചെയ്തിട്ടാ? നീയാണോ ക്ലൗണിലെ കെയർടേക്കർ? കെയർടേക്കർ മാത്രമല്ല, അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി സെക്യൂരിറ്റിയും കൂടി. നിനക്ക് വീടും കൂടിയൊന്നുമില്ലേ? അല്ല സാറേ, അത് അസോസിയേഷന്റെ തീരുമാനം. പിന്നെ എനിക്ക് മുന്നേ നിന്ന് സെക്യൂരിറ്റി അവന് ചെറുപ്പത്തിൽ. നിന്റെ പെർഫോമൻസ് ആണ് നല്ല വിളിപ്പിച്ചത്. ഇവന്മാരോട്ട് നിനക്ക് എന്താ ഇടപാട്? എനിക്ക് ഇവര് തമ്മിൽ ഇടപാടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ അങ്ങനെയല്ലോ പറഞ്ഞ? അല്ലടാ, ഏയ്, ഞാനിവരെ അവിടെ വന്നിട്ട് പോണു. അവിടെ 7Cയില്. എവിടെ താമസിക്കുന്നത്? അവിടെ ജെറി സെബാസ്റ്റ്യൻ. അവനെന്താ പരിപാടി? മൂന്നാറില് പ്ലാന്റേഷൻ ആണോ? എന്ത് പ്ലാന്റേഷൻ? അതെനിക്ക് അറിഞ്ഞൂടാ. അവനാളെങ്ങനെ? എനിക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. അവനെ നിനക്ക് കണ്ടറിയാവോ? അറിയാം. അവനെ വിളിച്ചേ. സാറേ, എനിക്ക് ഫോട്ടോയിൽ കണ്ടാലേ അറിയുള്ളൂ. നിനക്ക് നേരിട്ട് കണ്ടാ അറിയത്തില്ലേ? നേരിട്ടും അറിയും. ഇവൻ തന്നെയാണോ? ഇത് തന്നെയാണ് സാർ. നീ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന അവന്മാരെ അറിയാമല്ലേ?
താൻ പോയിക്കോ, ഞാൻ വിളിപ്പിക്കാം. അവന്റെ ഒരു ഏലക്കാട് വിടോ, അവനെ സെല്ലോടി ഇരിക്കാൻ. എന്താ സാറേ പ്രശ്നം? കഞ്ചാവ്? എടാ ബ്രോ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയടാ തിരിച്ചറിയൽ പരേഡിന്. നമ്മുടെ ആ 7C ഫ്ലാറ്റിലെ ജെറി ഇല്ലേ, അവൻ പ്ലാന്റർ ഒന്നല്ലടാ, ഭയങ്കര ഉടായ്പ്. എങ്ങനെയാണ് ഇക്കാലത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുക? ഇപ്പൊ ഇവിടെ ഒരുത്തം വന്നിട്ടല്ല, അവൻ്റെ ഒന്നും വാങ്ങിച്ച് കഴിച്ചേക്കല്ലേ ഏട്ടാ. ഇതാ ബെസ്റ്റ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിച്ചോ. അല്ല സഹോദര, ഈ മുഖം ഒന്ന് കഴുകാൻ സമ്മതിക്കുമോ? മതിടാ, നീ അങ്ങോട്ട് പോയേ. ഇനി ഇവിടെ താമസിക്കുന്നവൻ എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് ആർക്കറിയാം? ഈശ്വര. എന്താടാ? സൂക്ഷിച്ചു നോക്കൂ പോലീസുകാരിയല്ലേ, കണ്ടുപിടിക്കല്ലേ? മുടി നിങ്ങളുടെ ഈ ചപ്പറിച്ച നരച്ച മുടിയൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരിയുടെ മുടിയാണിത്. കാശിനോടുള്ള ആർത്തി മാത്രം മനസ്സിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ അറിയാതെ കാമാർത്തനായ അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ഇനി ഒരു നിമിഷം അവനോട് ജീവിക്കാൻ പാടില്ല. ഇത്രയും വൃത്തികെട്ടവന്റെ കൂടെ ഞാനിവിടെ ജീവിക്കുന്ന പ്രശ്നമല്ല. വേണ്ട, നീ പൊയ്ക്കോ. അയ്യേ, ഇങ്ങനൊരു സ്ത്രീയാ നിങ്ങൾക്കൂല്ലേ അമ്മയും പെങ്ങന്മാരൊക്കെ? ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഒരു സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അതെന്താ? അപ്പൊ ഞാൻ സ്ത്രീയല്ലേ? അങ്ങനത്തെ സ്ത്രീ അല്ല, യങ്. അത് ശരി. അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? എന്ത്? അവൻ ഈ എന്റെ മുറിയിലിട്ട് മുടി ചിക്കി പറിച്ചതും രാത്രി എന്റെ കട്ടിലേക്ക് ഞാനിങ്ങനെ വന്നു. ഓഹോ, ഈ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ടൂടെ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മുടി അല്ല, സമാധാനം വേണം. അവനിവിടുന്ന് ഇന്ന് തന്നെ ഇറക്കി വിടണം. പറ്റത്തില്ല. അതെന്താ പറ്റാത്തെ? പെണ്ണുങ്ങളാവുമ്പോ മുടി കാണും, അത് പൊഴിയും. പൊഴിഞ്ഞോട്ടെ, പക്ഷെ അത് എന്റെ മുറിയിൽ വന്ന് എന്റെ കട്ടിലിൽ പൊഴിക്കണ്ട. ഇനി വേറെ എന്തൊക്കെ സംഗതികൾ ഉണ്ടായിട്ടെന്ന് ആർക്കറിയാം. കൊറേ സംഗതികളുണ്ട്. അവളുടെ കൊറേ സംഗതികൾ ആ മുറിയിലുണ്ട്. ആരുടെ? ആ മുറിയിൽ താമസിക്കുന്ന അവളുടെ തന്നെ. അവളാ? അവിടെ താമസിക്കുന്നത് ഒരു പെണ്ണാ. എന്താ? Down boy, he's fine. നിങ്ങൾക്ക് എന്നാ പറ്റിയെന്ന്? എന്നാ പറ്റിയ? അർബാബ് ഹൊട്ടാത്തെ വെടിവെച്ചു വന്ന് രാജകുമാരി കൊണ്ടുപോയി. സംഭവം എവിടെയാ? മണലാരണ്യത്തില്. എന്റെ മനസ്സിപ്പോഴും മരുഭൂമിയില്ല, മണലാരണ്യത്തിലാ. ഓ, മറ്റേ മറ്റേ ചൂടുള്ള സ്ഥലമല്ലേ? മരുഭൂമിയല്ലേ സ്ഥലം? സംഭവം ചൂടുള്ള സ്ഥലമാണോ? വെള്ളം കുടിച്ച് കുടിക്ക. എന്താ പ്രശ്നം? അവനെന്തിനാ നിലവിളിച്ചേ? ഒന്നുമില്ല, ശുക്രൻ വന്നേ നെറുകാലടിച്ചതാ. ഈ രാത്രിയും പോലും ഉറക്കമുള്ള ഡ്യൂട്ടിയല്ലേ, കയ്യിന്ന് പോയി. അതാ എന്താണിത്?
താഴാ അവൻ താഴിട്ട് പൂട്ടിയ പാൻറ് കയറുമോ? സാറേ ഗേറ്റിന് മുകളിൽ ഒരു ഓവാലിരിക്കുന്നു. വണ്ടി സൈഡിലോട്ട് നോക്കി. എന്താണ് പരിപാടി? സാർ ഒന്നുമില്ല സാർ, ഞാനിവിടെ താമസിക്കുന്ന. ഈ ഗേറ്റിന് മുകളിലാ? അല്ല സാറേ, ഈ വീട്ടില് സാറിന്ന് താഴോട്ട് ഇറങ്ങി. സാറേ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റണ്ട, കാലില് മസിൽ വെട്ടിക്കറി. ഒന്ന് സഹായിക്കും. പിടിച്ചിറക്കി. ഒന്ന് സഹായിക്കും. ഇങ്ങോട്ട് ഇറങ്ങടോ. വയ്യാത്ത പട്ടി എന്തിനാണ് കയ്യാലെ കയറാൻ പോയെ? എന്നെ പട്ടി എന്ന് വിളിക്കില്ല സാറേ, എന്റെ പട്ടി ഏട്ട മോശ. എന്താണ് ഒരു ചാഞ്ചാട്ടം? ഒന്നുമില്ല സാറേ, ടോയ്ലറ്റ് പോകാൻ പറ്റിയതാ, അതിന്റെ ഒരു ചാഞ്ചാട്ട. നീ എവിടുന്ന പറഞ്ഞേ? ഞാൻ ഈ ക്ലൗഡ് നൈനിലെ സെക്യൂരിറ്റി സ്റ്റാഫാ. അവിടെ എന്താ ടോയ്ലറ്റ് ഇല്ലേ? അല്ലല്ല, അവിടെ ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട്. പിന്നെ ഭയങ്കര സുഖം. ഷിബു മാഡത്തിന് വിളിക്ക്. വേണ്ട സാറേ, സാറേ വീട്ടുകാരെ വിളിച്ച് ശല്യം ചെയ്യണ്ട, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോണ്ട് വെക്കോ, എന്തെങ്കിലും വിട്ടാൽ മതി സാറേ. നീ വരെ ചെയ്യാനിരിക്കല്ലേ ഞങ്ങളുടെ? അതല്ല സാറേ, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം സാറേ. ഞാൻ അവിടെ കായലിന്റെ അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കുഴപ്പമില്ല സാറേ, ഞാൻ പൊക്കോളാം സാറേ. എന്നാ പിന്നെ നിനക്ക് നേരത്തെ ആവാമല്ലായിരുന്നോ? അത് അല്ല സാറേ, അയ്യോ എനിക്കൊരു കുഴപ്പമില്ല സാറേ, ഇതേ കണ്ട ഭയങ്കര ആശ്വാസമായി. മാഡം എണീറ്റല്ലോ. ഈശ്വര, എല്ലാം തീർന്ന്. നീ വീട്ടിൽ സാധിക്കാൻ പോകണോ? ഇനി എന്ത് സാധിക്കാൻ, എല്ലാം കഴിഞ്ഞ്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എന്താ ഇവിടെ? ഇവരൊന്നും അറിയോ നോക്ക് മാഡം. ആരെ? അവരൊന്ന് പൊക്കി നിർത്തിക്കേ. നീ ഇങ്ങോട്ട് പൊങ്ങി വന്നേ ഒന്ന്. എടാ അങ്ങോട്ട് നോക്കടാ. സാറിന്റെ തിരുമോന്തെ ഒന്ന് കാണട്ടെ. ഞാനാ. ഇയാൾ എവിടെയാണോ താമസിക്കുന്നത്? എന്തേ? ഈ ഗേറ്റ് ഇടാൻ ശ്രമിക്കുന്ന കണ്ടിട്ട് സംശയം തോന്നി വിളിച്ചതാ. ടോയ്ലറ്റിൽ പോകാൻ വന്നതാന്നാ പറഞ്ഞത്. പോണോ? വേണ്ട. എന്തു പറ്റി? അമ്മോട് പോയി. ഓഹോ, എന്നാ മാഡം ഞങ്ങൾ പോക്കോട്ടെ. ശരി. വലിച്ചു വരുത്തുന്നുണ്ട്, വന്നോളും. രാത്രി മനുഷ്യൻ ഞാൻ അങ്ങോട്ട് വന്ന് കയറിയതല്ല, ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ. ഞങ്ങൾ വേറെ പണിയൊന്നും ഇല്ലായിരിക്കാണല്ലോ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഒരു പ്രാവശ്യം കൂടി രാത്രി നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ട ഇല്ല, മേലെ കാണില്ല. ആരാണ് അമ്മച്ചി? ഞാനൊന്നും പറയില്ലേ. വഴിതെറ്റി വന്നതാ. ചുമ്മാ പറയാ. വല്ല ഞരമ്പ് രോഗിയായിരിക്കും. കൂടെ ഉരുട്ടി കൊല്ലാൻ പറയാം അമ്മച്ചി. പാതിരയ്ക്ക് ഇറങ്ങി നടക്കുന്ന ഇവന്റെ ഒക്കെ ഉദ്ദേശം വേറെയാ. മനുഷ്യരല്ലേ, ഔദാര്യം. ഹലോ ഹലോ സാറേ. അല്ലല്ല, ഞാനിവിടെ റേഡിയോട് പറഞ്ഞതാ. എപ്പോഴും റേഡിയോ ഇങ്ങോട്ടല്ലേ സാർ പറയാറ്, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറയണ്ടേ. ടെൽ മീ സാർ, വാട്ട് കാൻ യു ഡു ഫോർ എന്താ സാർ വേണ്ടത്? ചേട്ടാ, പോസ്റ്റ് മാസ്റ്റർ അകത്തുണ്ട്. ആ, ഫുൾ എമൗണ്ട് വിഡ്രോ ആണോ? അതെ സാർ. ഒരു ഡെപ്പോസിറ്റ് നല്ലതല്ലേ? വളരെ നല്ലതാണ്, പക്ഷെ ഇപ്പം ഇത്തിരി ആവശ്യമുണ്ട്. ശരി. ചേച്ചി നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. മുത്തിന്റെ കല്യാണ നിശ്ചയമാണ്. ആ കൊച്ചിന്റെ പഠിത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല, ഒരു ജോലിയൊക്കെ ആയിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞതാ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കൊരു ജോലിയല്ല ആവശ്യം, കല്യാണമൊക്കെ എപ്പോ ആണേലും ആകാലോ. ആ, എന്തായാലും FDക്ക് പോകാനൊരു വഴിയായി. എന്തായിരുന്നു സർ? ഒരു ലേഡീസ് വാച്ച് വേണം. ഗിഫ്റ്റാണോ? ആ. ആളെങ്ങനെയാണ് സർ? കെട്ടാൻ പറ്റിയ ടൈപ്പാ. വാച്ചേ. ആ, ഓക്കെ. ഇത് നല്ല മോഡലാണ്. സമ്മാനം കൊടുത്തോ വാങ്ങിയോ ഒന്നും ശീലമില്ല. കണ്ടപ്പോൾ എനിക്കിഷ്ടമായി, വാങ്ങി. തനിക്കിഷ്ടമായില്ലെങ്കിലും മാറ്റിയെടുക്കാട്ടോ, പറയാൻ മടിക്കണ്ട.
എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് ഇത് 2ാമത്തെ തവണയാണ്. ആദ്യത്തേതൊരു വാച്ചായിരുന്നു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയപ്പോൾ അച്ഛൻ വാങ്ങി തന്നതാ. അടുത്ത കാലം വരെ അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ടെൻഷനോ പേടിയൊക്കെ വരുമ്പോൾ അതെടുത്ത് കിട്ടും. അപ്പം അച്ഛൻ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. നിങ്ങളുടെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ആദ്യത്തേതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. സൂക്ഷിച്ചോളാം. താങ്ക് യു. താങ്ക് യു. ഇനി എന്ത് ചെയ്യും? ആ, ഇത് അടിപൊളി. അടുത്തേക്കോട്ടെ, അടുത്തേക്ക് പോട്ടെ. അങ്ങനെ നേരെ പോട്ടെ. താഴ്ത്ത് താഴ്ത്ത് പ്രോൺ താഴ്ത്തടാ. നിന്റെ അമ്മായിയുടെ മോനൊന്നല്ലല്ലോ പേര് മാറിയപ്പോ ഫീൽ ചെയ്യാൻ. നീ ഇതിൽ ശ്രദ്ധിക്ക്. ആ, മുന്നോട്ട് മുന്നോട്ട്. ലെഫ്റ്റ് എടുക്ക്, ലെഫ്റ്റ് എടുക്ക്, റൈറ്റ് എടുക്ക്, റൈറ്റ് എടുക്ക്. ഇതെന്താ ഡ്രൈവിംഗ് സ്കൂൾ? ഞാൻ എച്ചെടുത്ത് വരണം. നീയേ ഫ്ലാറ്റിൽ ഡ്രോൺ പറപ്പിക്കുന്ന സംഭവം ഞാൻ പുറത്തു പറഞ്ഞാണ്ടല്ലോ. നിന്റെ സീൻ കോൺട്രി ആണല്ലോ അതവിടെ ചർച്ചയ്ക്ക് വെച്ചാണ്ടല്ലോ. നിന്റെ ലൈഫ് പോവേ. നീ ഇതിലേക്ക് വാ. ചൈനക്കാരാ കാണുന്നില്ലല്ലോ. ഇത് പട്ടയം പൂച്ചയൊന്നും അല്ല, ഡ്രോൺ ആണ്, ഡ്രോൺ. എടാ, എനിക്കിനി വായുമാർഗത്തിൽ അതിനകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഈ വായു അല്ല. എന്റെ അമ്മ എന്നെ അങ്ങോട്ട് കൊല്ലും. അവന്റെ ഒരു കൊന്തുകാല്. അതോ അവരുടെ ആ പൊക്ക് 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 പൊക്ക്. ആ മരത്തിന്റെ മേളിലേക്ക്. ഓ, ആ മരത്തിന്റെ ബാക്കിലേക്ക് അല്ല. അയ്യോ, ഇതകത്ത് കയറി മരപ്പൊട്ടൻ. ആരെങ്കിലും കണ്ടേനെ. ഒന്ന് സൂക്ഷിച്ചു നോക്കടാ. അതെ, കൈ വരുന്നു, കൈ വരുന്നു. ഓ, മിസ്സായി. വാലർച്ച്. എനിക്കിത് പറത്താൻ അറിയായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇട്ട് പൊറോട്ടയ്ക്ക് മാവ് കുഴക്കണ പോലെ കുഴച്ചേനെ. ഇവനെന്തിനത് ആകാശത്ത് തീർത്തേക്കണേ. എടാ മോനെ, ഒന്ന് താഴ്ത്തടാ. Finally got the lady. അയ്യോ, പൊറോട്ട എടുക്ക്, പൊറോട്ട എടുക്ക്. എന്താ പൊറോട്ട എടുക്കാനാ? പൊറോട്ട അല്ലടാ, പൊറോട്ട എടുക്ക. റിവേഴ്സ്, റിവേഴ്സ്. My drone. Oh my god. How dare you, daddy? എന്റെ വീടിന്റെ മേലെ കൂടെ അനുവാദമില്ലാതെ എന്ത് പറഞ്ഞാലും ഞാൻ അടിച്ച് താഴെയിടും. ഏറെപ്ലേ പറഞ്ഞാലോ? അടിച്ചോ? You crazy old crap. I want my money. ഇവൻ കുഴപ്പിക്കോ? Come on. ചേട്ടത്തി കാശ് കൊടുക്കോ? 50,000 രൂപ വേണേ. CBSE കുരുത്തം കിട്ടവനെ, നിനക്ക് കാശ് വേണോടാ? കള്ളത്തോക്കാട്ട് പഠിപ്പിക്കൊന്നും വേണ്ട. ഇതിലും വലിയ തോക്ക് എന്റെ വീട്ടിലുണ്ട്. അത് ഒറിജിനലാണ്. പോങ്ങ തള്ളച്ചവരെ വെടിവെച്ചിട്ട്. അയ്യോ, അവന്റെ ആത്മാവ്. ആത്മാവേ പോ, ആത്മാവേ പോ. എന്താണ്? എടാ, അതിനല്ലടാ നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് ആവശ്യത്തിന് കാശിട്ട് വന്നത്. എന്താ കൈയെടുക്ക. പ്രശ്നങ്ങളൊക്കെ പുറത്ത്.
ഇതിനകത്ത് കൈ അങ്ങോട്ട് കൈ എടുക്കണം. കൈ വെച്ച് ഞാനല്ലല്ലോ. ചെല്ലേ കൂട്ടുകാരൻ ചെല്ലേ. നോക്കി നിൽക്കാതെ ആരെങ്കിലും പോലീസിനെ ഒന്ന് വിളി. താങ്ക്സ്. കാവൽക്കാരനല്ല സാറേ, ആ പണി ചെയ്തെന്നുള്ളൂ. ചേടത്തിയ എന്താണ് ഈ സമയത്ത്? ഹലോ ചേടത്തി. ആ നീ ഒന്ന് ഇവിടം വരെ വന്നേ. എങ്ങോട്ട്? ഇങ്ങോട്ട്, അല്ലാണ്ട് പിന്നെ എങ്ങോട്ട്? അല്ല, ഈ സമയത്ത് അങ്ങനെ വരാവോ? വരാനല്ലേ നിന്നോട് പറഞ്ഞത്? ഇങ്ങോട്ട് വാടാ. ശരി അടുത്തി. ബ്രോ, ബ്രോ, നീ എന്താ അവിടെ? ഇന്ന് നിനക്ക് ആ ബിസ്ക്കറ്റ് അല്ല ചെക്കൻ്റെ വീടല്ലേ? ഇവിടെ വന്നേ, വാ ഇവിടെ വരാൻ. കേറ്. ആ ഇവനെ കിട്ടിയോ? ഇതിനാ വിളിച്ചത്. പ്രിൻസ് ഗേറ്റും തുറന്നിട്ടാ പോയത്. അവന്റെ പുറകെ ഓടിയതാ. നീ ഇതിനെ മോളി കൊണ്ടാക്ക്. ഞാനോ? പിന്നെ ഞാനോ? കൊണ്ടാക്കടാ. മായ ചേർത്തെങ്ങാനും കേട്ട തീർന്ന്. ബ്രോ, ബ്രോ, നിന്നല്ല, നീ കൂട്ടിക്കയറി, കൂട്ടിക്കയറ. ഇവിടെ നിന്ന് പുറത്തിറങ്ങി എന്റെ സ്വഭാവം മാറും കേട്ടോ. എന്നാൽ ഇവിടെ ഇത് എവിടെ പോയി കാണും?